എവിടെയായിരുന്നു? ഞാൻ അങ്ങോട്ട് പോവാ. അവിടെ ഏതൊരു പെണ്ണിന്റെ സൗണ്ട് കേട്ടിരുന്നില്ല. അത് റാണി വന്നിട്ടുണ്ടായിരുന്നു. റാണി. എന്നിട്ട് നീ എന്നോട് പറഞ്ഞേ? അതെന്ത് നിനത്ത് പറയണ്? അല്ല, ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എന്നെ ഇവിടെ ഒന്ന് കണ്ടിട്ട് പോയിരുന്നില്ലേ? അതല്ലടാ, റാണി ഇപ്പൊ വന്നിട്ടേ ഒരു സഹായം ചോദിച്ചു. അത് അവളുടെ ഏതൊരു ഫ്രണ്ട് ഒരു കേസിൽ പെട്ടേക്ക മയക്കുമരുന്നിട്ട്. ഞാനും കേട്ടപ്പോ അയ്യോ തന്നെ പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് അവള് ഹെൽപ്പ് ചെയ്യൂ, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ ചോദിച്ചു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. നീയൊരു നമ്മളൊരു കഴിച്ചപ്പോ അങ്ങനെ പറഞ്ഞു. ഞാൻ എന്തായാലും നിന്റെ അടുത്ത് വന്നിട്ട് അവള് ചോദിക്കും. അത് കൺഫേമാ. ഞാൻ റിജക്ട് ചെയ്യും. നിന്നെ റിജക്ട് ചെയ്തോളൂ, ഞാൻ റിജക്ട് ചെയ്യും. അത് വേണം. അപ്പൊ അങ്ങനെ വന്നിട്ട് ചോദിച്ചു, വന്നിട്ട് ചെയ്യാൻ പറ്റുമോ, നിങ്ങളുടെ ആശാൻ അറിയാണ്ടെന്ന് പറഞ്ഞു. അത് എടുത്ത് പറഞ്ഞു. നമ്മുടെ പാർട്ടി മുഖേന ആരും അറിയാണ്ട് ഒതുക്കി തീർക്കണം. അങ്ങനെയാണോ? കാരണം ഞാൻ വിട്ടാൽ പിന്നെ നിന്റെ അടുത്തേക്കേ വരുള്ളൂ. വരട്ടെ. നീ എന്തായാലും പോരുത്. ഞാൻ എന്തായാലും പോവില്ല. ഞാൻ എന്നാലും ഇന്ന് പുറത്തു പോയിട്ട് വരാം. പാർട്ടിയുടെ മറ്റേ കാര്യം. പോ. ഇപ്പൊ വരാ. നീ ഇവിടെ ഇരിക്കും. ചായ പറയണ? വേണ്ട. വേണ്ടല്ലേ? റാണി 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 ഓഫീസിൽ വന്നായിരുന്നോ? വന്നായിരുന്നു. എന്ത് പറ്റി? അത് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. സുഹിത്തായിട്ട് എന്തായത് പരിപാടി? അവനായിട്ട് സംസാരിക്കണുണ്ടല്ലോ. അവനെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ സെറ്റ് ചെയ്തോളാം. എന്റെ പാർട്ടിയിലെ പിടിപാട് റാണി മോൾക്ക് അറിയാന്നല്ലേ? ഞാൻ സെറ്റ് ആയിക്കോളാം. ശരിക്കും സത്യം. എനിക്ക് വിശ്വസിക്കാമോ? സത്യം. ദാസേട്ടനെ ഏറ്റു. ശരിക്കും ഒന്നും പേടിക്കണ്ട. സുജിത്തിനോട് പറഞ്ഞ അവനെ കൊണ്ട് പറ്റില്ല. അവൻ എന്ത് ഹോൾഡ്? നമ്മൾ ഡൽഹിയിൽ വിളിച്ച് പറഞ്ഞ് സെറ്റ് ആക്കിയോളാം. ദാസേട്ടാ, ഒരു കാര്യമുണ്ട്, അച്ഛൻ അറിയരുത്. അച്ഛൻ അറിയാൻ എന്റെ കാര്യം തീർന്നു. റാണി മോൾ പഠിക്കണ്ട. ഉറപ്പായിട്ടോ? ശരിക്കും സത്യം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ വാട്സ്ആപ്പ് ചെയ്യാം. പോട്ടെ, ഞാൻ വിളിക്കാമേ. ബൈ. കിട്ടിയ അവസരമാണ്, സെറ്റാക്കാം. ഈ കണക്കുകളൊന്നും ശരിയല്ലടാ. അതിന് കള്ളക്കണക്ക് ആലോചിക്കണം. കിട്ടി പൂട്ടുള്ള വഴി കിട്ടി. ആരെ? അപ്പുറത്തേക്ക് ഞാൻ അപ്പുറത്തേക്ക് എനിക്കൊരു അർജന്റായിട്ട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെ പറ. കുറച്ചു നേരത്തെ കിട്ടാ. എനിക്കത് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയണം. നീ അവിടെ ഇരിക്കണ. നല്ല രണ്ടാളും മുഖം കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കണ്ടേ? അതേ, നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഞെട്ടും കേട്ടാ. പറയട്ടെ. എന്തേ? റാണിയെ പൂട്ടുള്ള എല്ലാ വഴികളും കിട്ടി. എന്താ? എടാ, നിങ്ങൾക്ക് എന്തൊരു സന്തോഷം. എടാ ഞെട്ടടാ. അവളുടെ കൂട്ടുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്യും. അവളെ അറസ്റ്റ് ചെയ്യും മയക്കുമരുന്ന് കേസിൽ. നിങ്ങൾ അറിഞ്ഞാ? അറിഞ്ഞായിരുന്നു. എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്? റാണി ഇവിടെ വന്നായിരുന്നു. എന്നിട്ട് പറഞ്ഞായിരുന്നു, സഹായം ചോദിച്ചായിരുന്നു. എന്നിട്ടോ? ഞങ്ങള് പറ്റില്ലെന്ന് പറഞ്ഞായിരുന്നു. നീയല്ലേ പറഞ്ഞ്? അങ്ങനെ വേണം. അവളെ അഴി എണ്ണണം. റാണിയോ? റാണി എണ്ണണം. പിന്നെ അവളുടെ കൂടെ ഉള്ളവനെ ഏതവനായാലും എണ്ണണം. അവളൊരു സെലിബ്രിറ്റി അല്ലേ? ഒന്നില്ലെങ്കിൽ പെണ്ണല്ലേ? നീ ആ കാര്യം മാത്രം പറയരുത്. ഇന്നേ വേറെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ അവള് ഫോളോ ചെയ്തിട്ടില്ല. നിന്നെ ചെയ്തിട്ടുണ്ടോ? എന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നെ മാത്രമേ ചെയ്യാത്തുള്ളൂ അല്ലേ? അപ്പൊ നിങ്ങളൊക്കെ പിന്നെ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും മെസ്സേജ് അയക്കണ ഇവരാരും ഫോളോ ചെയ്യുന്നു. ഞാൻ അങ്ങനെ ആർക്കും അയക്കായിരുന്നു. കാര്യം പറ. അർജന്റ് കാര്യം എന്ന് പറഞ്ഞ കാര്യം പറ. അവൾ എവിടെയാന്നുള്ളതും അവന്റെ കൂട്ടുകാരൻ എവിടെയുള്ളതെന്നും എനിക്കറിയാം. ഞാൻ അതിപ്പോ പോലീസിനെ വിളിച്ചു പറയും. എടാ കുടുങ്ങും. പോലീസിന്റെ നമ്പർ 50 അല്ലേ? 150 അല്ലേ? 150. അതെ, നിങ്ങക്ക് എതിർപ്പൊന്നുമില്ലല്ലോ. ഇനി അഥവാ എതിർപ്പുണ്ടെങ്കിലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, പോലീസിന്റെ നമ്പർ എത്രയായിരുന്നു? 150 അല്ല 50. ഓക്കെ, 150. ഓക്കെ, ശരി. 180. ഹലോ റാണി, ഞാനാ. റാണി ഇപ്പോൾ എവിടെ നിൽക്കുന്നേ? റാണി, ഞാൻ അർജൻറ്റായിട്ട് കാര്യം പറയാൻ വിളിച്ചാ. റാണി ഇപ്പോൾ ഇവിടെ നിൽക്കണവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറണം. കാര്യമുണ്ട്. റാണി നിൽക്കുന്ന സ്ഥലം പോലീസുകാർക്ക് അറിയാം. ഞാൻ പറയണ റാണി ഒന്ന് മനസ്സിലാക്ക്. റാണിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം. ഉറപ്പായിട്ട് ഞാൻ കാര്യം പറയുന്നു. ഞാൻ ഉറപ്പായിട്ട് ഞാൻ റെഡിയാക്കി തരാം. തൽക്കാലം ഇപ്പം അവിടെ നിൽക്കുന്ന സ്ഥലത്ത് റാണി മാറണം. അല്ലെങ്കിൽ റാണിയും കുടുങ്ങും, ആ പയ്യനും കുടുങ്ങും. നിങ്ങൾ നിൽക്കുന്ന സ്ഥലം പോലീസുകാർക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എവിടേക്കാണ് മാറണം എന്നുള്ളത് എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. എന്നാൽ
ഓക്കെ റാണി. ഇല്ല, ഞാൻ നോക്കിയോളാം. ശരി. ഹലോ റാണിമോളെ, ദാസേട്ടനാണ്. എത്ര തവണയായി വിളിക്കുന്നു? ഒരു സീരിയസ് കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചേ. ഇപ്പം നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഉടനെ എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആയിക്കോ. പോലീസ് നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് മാറിക്കോ. അതൊക്കെ ദാസേട്ടൻ അറിഞ്ഞു. മോള് ചേട്ടൻ പറയുന്നത് കേൾക്ക്. ഓ, ബാക്കിയെല്ലാം ദാസേട്ടൻ നോക്കിയോളാം. മോള് ധൈര്യമായിട്ടിരിക്കേ. ദാസേട്ടൻ ഉണ്ട് കൂടെ. ഓക്കെ, എന്താവശ്യം ഉണ്ടെങ്കിലും അപ്പോൾ വിളിച്ചാൽ മതി. അതൊക്കെ നോക്കിയോളാം. എത്രയും പെട്ടെന്ന് അവിടെ കിട്ടോ. അപ്പം അതിനും കൂട്ടിക്കോ. ഓക്കെ. അപ്പൊ നീയൊക്കെ എനിക്കെതിരാണല്ലേ? കൂടെ നടന്ന് ചതിക്കാലേ? ശരിയാക്കടാ. എവിടെയായിരുന്നു നീ? അല്ല, കണ്ടില്ലല്ലോ. ഞാൻ വിളിക്കാൻ പോയത് പണിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തുണ്ട്. എന്ത് പണി കൊടുത്തേ? ചെറുതായിട്ടൊന്ന് പോലീസിന്റെ നമ്പർ മാറ്റി പറഞ്ഞല്ലേ. ഞാൻ പിടിച്ച് ഞാൻ വൃത്തിക്കും വെടുപ്പിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രല്ല, അവളുടെ ഫോണിലേക്ക് വിളിക്കുന്ന എല്ലാവരും ട്രേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കിട്ടുന്ന പണി. അതെന്തിനാ നീ പറഞ്ഞ അങ്ങനെ? നീ എന്തിനാ ഇങ്ങനെ പേടിക്കണേ? അല്ലടാ, നമ്മളെല്ലാരും റാണീനെ വിളിക്കാറുള്ളതാണല്ലോ. അതിന് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതില്ല, എന്നാലും. പിന്നെ അവലോസ് പൊടി കിട്ടിയാനല്ലോ പിടിച്ചത്. മയക്കമരുന്ന് പിടിച്ചു തരാനല്ലേ? അതെ, എന്നാലും അതും മോശമായിപ്പോടാ. ഒരാളുടെ പ്രൈവസീനെ നമ്മള് മാനിക്കണ്ടേ? അതൊന്നുമില്ല, കിട്ടുമ്പോ എല്ലാവർക്കും പണി കിട്ടണം. എടാ, നീ ചെയ്ത പരിപാടിയൊക്കെ ഞാൻ അവിടെ ഒളിഞ്ഞിരുന്ന് കേട്ടു. നീ അവളുടെ സൈഡാണല്ലേ? നീ ഒന്നും പറയണ്ട, നിനക്കും കിട്ടും പണി. നീയും തിന്നും ഉണ്ടാ. അതെങ്ങനെയാ? കൈ കൊണ്ട് വാരി തിന്നും. എന്നാലും ഈ ചതിയോട് തന്നെ. അതെ, പിന്നെ ഇടയ്ക്കൊക്കെ വരാട്ടോ ജയിൽ വിസിറ്റ് ചെയ്യാനായിട്ട്. അവിടെ എങ്ങനെയൊക്കെ സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞോ. ഇപ്പൊ ബിരിയാണി മാത്രമല്ല, എന്താ പറയാ, ഉണ്ട മാത്രമല്ല, ബിരിയാണി ഉണ്ട്, ഉണ്ടയുണ്ട്, പിന്നെ മീൻകറി, ചിക്കൻ കറി എല്ലാം ഉണ്ട്. അത്ര ഓ സുഖ ജീവിതം. എന്തിനി? നീ പൊക്കോ. വേണ്ട, നീ പൊക്കോ പൊക്കോ. ഞാൻ നിന്റെ പേര് പറയും. എന്താണ് ഇപ്പൊ പാർട്ടി ഓഫീസിന്റെ ഞാൻ ഇപ്പൊ കുറച്ചേരായിട്ടുള്ളൂ. ഇപ്പൊ ഞങ്ങളിങ്ങനെ ഇവിടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറയാ. ഇനി അടുത്ത എന്താ ചെയ്യണം എന്നുള്ളത്. എന്താണ് ഭാവി? എന്താണ് പുറത്തെ ആൾക്കാരൊക്കെ എന്താ പറയണ? നല്ല അഭിപ്രായം. വളരെ നല്ല അഭിപ്രായം. സൂചിപ്പിക്കാൻ വേണ്ടി പറയാതെ തെറ്റാ. ഞങ്ങൾ അങ്ങനെ പറയും. കാര്യം എനിക്ക് രണ്ടെണ്ണത്തിനെ നല്ലോണം അറിയാം. അവിടെയും ഇവിടെയും ചവിട്ടറ ടീംസാ. ഞാനങ്ങനെ ചെയ്യില്ല. നിന്നെ ഇവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിട്ടുണ്ടല്ലോ, ഞാനൊരു റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും 95% ചാൻസാണ് നിന്നെ അവർ ചെയ്യും കേട്ടാ. എന്നെയാ? അതായത് ലാസ്റ്റ് ഒരു ചെറിയൊരു ഗുരുവിലാണ് ഇരിപ്പ്. മിക്കവാറും ശരിയാവും. ഒരു മണിക്കൂർ കൊണ്ട് അറിയാം. നീ ആവും. കാര്യം വേറെ എതിരാളികളെയൊക്കെ നമ്മൾ അതനുസരിച്ച് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ കാര്യം എടാ, ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരാൾ നിന്നെ സമയമില്ല. നിനക്ക് ഇന്ന് തന്നെ പ്രധാനമന്ത്രി ആവണമെന്ന് പറഞ്ഞാൽ എന്താ നടക്കുമല്ലോ. അതിൻ്റെതായ സമയത്ത് വരും. ഇവന് എത്ര നാളായിട്ട് വരച്ചിട്ട് ഇതിൻ്റെ നീ കണ്ണുപിടിച്ചൊന്നും നോക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. എന്താ ഇല്ല? അയ്യോ, ഞാൻ വിളിക്കാം. ഞാൻ പാർട്ടി ഓഫീസിൽ വിളിക്കടാ അർജന്റായിട്ട്. എടാ, റാണീനെ എന്തോ മയക്കുമരുന്ന് കേസിൽ എന്തോ കുടുക്കി. ഇവനാശാനെ ഈ ചറ്റ ഇവനാണ് കുടിക്കിയത്. ഒരു ദുർബല നിമിഷത്തിൽ കുടുക്കിയതല്ല. അതെ. എടാ, നീ ഒരു കാര്യം, നീ ആരോടെ കളിക്കണെന്നുള്ളത് നോക്കണം. ശരിക്കും എന്താണ് സംഭവിച്ചത്? ഇവനാണ്. റാണിമോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവളുടെ സുഹൃത്തിനൊന്ന് സഹായിച്ചു. അവള് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞതാണ് കാര്യങ്ങൾ. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയത്. അതിനിടയിൽ മുൻവൈരാഗ്യത്തിന്റെ പേരിൽ പോലീസിനെ വിളിച്ചു പിടിപ്പിച്ചു. എടാ, നിന്നെ വിശ്വസിച്ചോണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത്. എടാ, ഇവനുണ്ടല്ലോ നീയായിരിക്കും. എനിക്ക് ഒറ്റ മിനിറ്റ് മതി. നീ ആയിരിക്കണം ഇത്തവണത്തെ ഏരിയ സെക്രട്ടറി. എന്താന്ന് വെച്ചാൽ നിന്നുണ്ടല്ലോ എന്റെ കാര്യം പോക്കടാ. നീ അങ്ങോട്ട് വാ. എന്താന്ന് വെച്ചാൽ നിന്റെ മറ്റതാണ്.